एनडे सौरगढ़े, मैं एक और विषय पर आज आपसे चर्चा करना चाहता हूं। गल्फ में, वेस्ट एशिया में जो कुछ हो रहा है, उससे आप सभी का चिंतित होना बहुत स्वाभाविक है। हमारे लाखों भाई बहन वहां काम करते हैं, लेकिन साथियों, आपको याद रखना है, आज देश में बीजेपी एनडीए की सरकार है। जब भी हमारा कोई देशवासी संकट में पड़ा, हमने उसे सुरक्षित बचाने के लिए पूरी ताकत लगा दी। इराक में फंसी नर्सों को बचाने की बात हो या यमन के आतंकवादियों के चंगुल से फादर टॉम को आजाद कराने का काम, आज का भारत अपने नागरिकों को संकट में अकेला नहीं छोड़ता। फादर एलेक्सिस प्रेम कुमार को भी हम अफगानिस्तान से सुरक्षित वापस लाए। आज भी हमारा प्रयास है कि युद्ध के हालत में फंसे भारतीयों को सुरक्षा मिले, हर संभव सुविधा मिले। പ്രിയപ്പെട്ടവരെ, മറ്റൊരു വിഷയം കൂടി നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ്. അത് നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധസമാനമായ സാഹചര്യത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം നമ്മുടെ ലക്ഷക്കണക്കിന് സഹോദരീ സഹോദരന്മാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇന്ന് രാജ്യം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യമാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു പൗരൻ ഒരു കുഴപ്പത്തിൽ അകപ്പെട്ടാൽ, അവർക്ക് ഏതെങ്കിലും ദുരിതകാലം ഉണ്ടായാൽ അവരെ സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ പൂർണ്ണമായ ശക്തിയും നാം ഉപയോഗിക്കുന്നുണ്ട്. അത് ഇറാഖിൽ അകപ്പെട്ട നഴ്സുമാരെ രക്ഷിക്കുന്ന കാര്യത്തിലായാലും, യമനിൽ തീവ്രവാദിയുടെ പിടിയിൽ നിന്ന് ഫാദർ ടോം ഉഴുന്നാലിനെ മോചിപ്പിക്കുന്ന കാര്യത്തിലായാലും, ഭാരതത്തിന്റെ ഒരു പൗരനെയും അവരുടെ കഷ്ടകാലത്ത് ഉപേക്ഷിക്കുന്ന ഭാരതമല്ല എന്നുള്ളത്. താലിബാൻ ഭീകരരുടെ തടവിലായിരുന്ന ഫാദർ അലക്സിസ് പ്രേംകുമാറിനെ നാം സുരക്ഷിതമായി തിരികെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാം പ്രയത്നിക്കുന്നത് ഈ യുദ്ധകാലത്ത് പശ്ചിമേഷ്യയിൽ ദുരിതമനുഭവിക്കുന്ന ഭാരതീയർക്ക് സാധ്യമായ എല്ലാ സുരക്ഷയും നൽകുക എന്നതാണ് ഇപ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. मुझे संतोष है कि गल्फ के हमारे सभी मित्र देशों की सरकारें भी हमारे देश के नागरिकों का पूरा ध्यान रख रही है। मैं उन सभी सरकारों का भी आभारी हूं। वहां हर देश पे जो हमारी एम्बेसीज है, हमारे मिशन है, वे 24/7 उनकी मदद कर रहे हैं। किसी को भी खाना पीना चाहिए, मेडिकल हेल्प चाहिए, रहने के लिए हेल्प चाहिए, कानूनी सहायता चाहिए, ये सब सुनिश्चित किया जा रहा है। लेकिन साथियों, ये बहुत बड़ा दुर्भाग्य है कि कांग्रेस पार्टी इतने बड़े वैश्विक संकट में भी राजनीति ढूंढ रही है। कांग्रेस पार्टी जानबूझकर उकसाने वाले बयान दे रही है, गैर जिम्मेवार बयान दे रही है, ताकि स्थितियां बिगड़ जाएं, हमारे लोग वहां संकट में फंस जाएं और फिर ये लोग मिलकर मोदी को गालियां देने का, रील बनाने का अभियान शुरू कर सके। यही उनका खेल है। പ്രിയപ്പെട്ടവരെ, ഇന്ത്യക്കാരുടെ, പശ്ചിമേഷ്യയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഗൾഫിലെ നമ്മളുടെ സുഹൃത്ത് രാജ്യങ്ങളും
അതീവ ശ്രദ്ധ പുലർത്തുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവരോടെല്ലാം നമുക്ക് കടപ്പാടുമുണ്ട്. ഇന്ന് എല്ലാ രാജ്യങ്ങളിലും നമുക്ക് നയതന്ത്ര ഓഫീസുകളും എംബസികളുമുണ്ട്. അവർ 24 മണിക്കൂറും ഇന്ത്യക്കാരുടെ സഹായത്തിനായി പ്രവർത്തിക്കുന്നുമുണ്ട്. അവിടെയുള്ള ആർക്കെങ്കിലും ഭക്ഷണമോ കുടിവെള്ളമോ വൈദ്യസഹായമോ താമസ സൗകര്യമോ എന്തിന് നിയമസഹായമോ വേണമെങ്കിൽ പോലും അത് ഉറപ്പായും കിട്ടും. അതിനുള്ള വ്യവസ്ഥ നാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്നുള്ളത് ഈ വിഷമസന്ധിയിലും കോൺഗ്രസ് ഇതിൽ രാഷ്ട്രീയം തിരയുകയാണ്, രാഷ്ട്രീയം കളിക്കുകയാണ് എന്നത് വലിയ ദൗർഭാഗ്യമാണ്. അവർ മനഃപൂർവ്വമായി പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുകയാണ്. സ്ഥിതിഗതികൾ വഷളാകട്ടെ എന്നാണ് അവരുടെ ആഗ്രഹം. നമ്മുടെ സഹോദരങ്ങൾ പ്രയാസത്തിലകപ്പെട്ടാലും അവർക്ക് ദുരിതമുണ്ടായാലും നരേന്ദ്രമോദിയെ വിമർശിക്കാനുള്ള അവസരം കിട്ടുമോ, മോദിയെ വിമർശിച്ച് റീൽസ് ചെയ്യാനുള്ള അവസരമുണ്ടാകുമോ എന്നാണ് നോക്കുന്നത്. അതാണ് രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം.